നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചേർപ്പ് സെന്ററിൽ രാത്രികാലങ്ങളിലെ വെളിച്ചക്കുറവിന് പരിഹാരമായി പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ഗീതാ ഗോപി MLA ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകിയ വാഗ്ദാനമാണ് യാഥാർത്ഥ്യമാകുന്നത്. MLA-മാരുടെ പേഴ്സണൽ അംഗമായിരുന്ന മസൂദ് കെ വിനോദിനെതിരെയുള്ള പരാതി വ്യാജമാണെന്ന വിശദീകരണവുമായി CPI. പെരിഞ്ചേരി ലയൺസ് ക്ലബും ചേർപ്പ് മണപ്പുറം മാക്കേറും സംയുക്തമായി ഒരുക്കിയ 365 ദിവസത്തെ സൗജന്യ ആരോഗ്യ പരിശോധനയ്ക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. ചേർപ്പ് സെന്ററിൽ രാത്രികാലങ്ങളിലെ വെളിച്ചക്കുറവിന് പരിഹാരമായി പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ഗീതാ ഗോപി MLA ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകിയ വാഗ്ദാനമാണ് യാഥാർത്ഥ്യമാകുന്നത്. ചേർപ്പ് സെന്ററിലെ രാത്രികാലങ്ങളിൽ നേരിടുന്ന പ്രധാന പ്രശ്നമായിരുന്നു പ്രദേശത്തെ വെളിച്ചക്കുറവ്. ഇതുമൂലം കൂടുതലും ബുദ്ധിമുട്ടിലായത് ചേർപ്പ് സെന്ററിലെ ഓട്ടോ തൊഴിലാളികളും. വെളിച്ചക്കുറവ് കാരണം തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലെത്തിയ ഗീതാ ഗോപിയെ ഓട്ടോ ഡ്രൈവർമാർ നേരിട്ടറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്നായിരുന്നു അന്ന് ഗീതാ ഗോപി ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകിയ ഉറപ്പ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MLA ആയി തിരിച്ചെത്തിയ ഗീതാ ഗോപി ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുകയാണ്. പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് കാലയളവിൽ ചേർപ്പിന്റെ ഹൃദയഭാഗത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ എന്നോട് പറഞ്ഞൊരു ഓർമ്മപ്പെടുത്തലാണ്, ഈ പോസ്റ്റിൽ ഒരു ലൈറ്റ് ഇല്ലാതെ ഞങ്ങൾ ഇരുട്ടത്താണ് കിടക്കുന്നത്. ആ ഒരു അവരുടെ അഭ്യർത്ഥന വളരെ കൃത്യമായി മാനിച്ചുകൊണ്ട് അല്പം വൈകിയെങ്കിലും 100 വോൾട്ടിന്റെ LED ലൈറ്റാണ് ഈ ഓട്ടോറിക്ഷ പാർക്കിലേക്ക് ഞങ്ങളുടെ സഖവും കൂടിയായിട്ടുള്ള തളിക്കുളം പ്രവാസി 2 ലൈറ്റ് മുഹമ്മദ് ക എന്ന് പറയുന്ന വ്യക്തി നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നത്. പ്രിയപ്പെട്ട മുഹമ്മദ് കയെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് നാളെ രാത്രി ഈ വെളിച്ചം ഇവിടെ പ്രകാശമാകുമ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കൂടെയാണ് MLA എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും മുഹമ്മദ് ഒരിക്കൽ കൂടി നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് ഇത് ബന്ധപ്പെട്ട ഓട്ടോറിക്ഷയുടെ പ്രതിനിധിയായിട്ടുള്ള തൊഴിലാളികളുടെ പ്രതിയായിട്ടുള്ള ഖാദർ കെ ഞാൻ ഇത് ഏൽപ്പിക്കുകയാണ്. MLA-യുടെ അഭ്യർത്ഥന പ്രകാരം പ്രവാസിയായ അമ്പലത്തി വീട്ടിൽ മുഹമ്മദ് 2 LED ലൈറ്റുകളാണ് സ്പോൺസർ ചെയ്ത് നൽകിയത്. ചേർപ്പ് സെന്ററിൽ സ്ഥാപിക്കാനുള്ള ലൈറ്റുകൾ MLA-യിൽ നിന്ന് ഓട്ടോ തൊഴിലാളികളുടെ പ്രതിനിധികളായ PM ഖാദർ, KS സൈഫുദ്ദീൻ, PR റസാഖ് എന്നിവർ ഏറ്റുവാങ്ങി. CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, PS സനത്, PA ഷമീർ, രാംദാസ് മേനോൻ എന്നിവർ ലൈറ്റുകൾ കൈമാറിയ ചടങ്ങിൽ സംബന്ധിച്ചു. KSEB ചേർപ്പ് സെക്ഷൻ ഓഫീസർ അധികൃതർ ബന്ധപ്പെട്ട ലൈറ്റുകൾ ഞായറാഴ്ച സ്ഥാപിക്കുന്നതോടെ ചേർപ്പ് സെന്ററിലെ വെളിച്ചക്കുറവിനാണ് പരിഹരിക്കപ്പെടുക. MLA-മാരുടെ പേഴ്സണൽ അംഗമായിരുന്ന മസൂദ് കെ വിനോദിനെതിരെയുള്ള പരാതി വ്യാജമാണെന്ന വിശദീകരണവുമായി CPI. CC മുകുന്ദൻ MLA-യുടെ PA ആയിരിക്കെ വ്യാജരേഖ ചമച്ച് സാമ്പത്തിക തിരിമറി നടത്തിയെന്നത് രാഷ്ട്രീയ പ്രേരിതവും കള്ളപ്രചരണവുമാണെന്ന് ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി. CC മുകുന്ദൻ MLA-യുടെ PA ആയിരുന്ന മസൂദ് കെ വിനോദിനെതിരെ ഉയർന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് നടപടിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയത്. 20 വർഷത്തോളം MLA-മാരുടെ പേഴ്സണൽ അംഗമായിരുന്നു മസൂദ് കെ വിനോദ്. PA-മാർക്ക് അർഹതപ്പെട്ട യാത്രാപത്തിയായ 83,000 രൂപയാണ് അദ്ദേഹം കൈപ്പറ്റിയത്. വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തതായി ആരോപിക്കപ്പെടുന്നത് ഈ പണമാണ്. മാധ്യമങ്ങളും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും വസ്തുത മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ മാത്രം അറിഞ്ഞ വാർത്തകൾ സൃഷ്ടിക്കുന്നത് ദുരുദ്ദേശമാണെന്ന് മണ്ഡലം സെക്രട്ടറി KK ജോബി ആരോപിച്ചു. PS സുനിൽകുമാറിന്റെയും CC മുകുന്ദന്റെയും PA ആയി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന് അവകാശപ്പെട്ട എല്ലാ MLA-മാരുടെയും PA-മാർക്ക് അവകാശപ്പെട്ട ട്രാവലിംഗ് അലവൻസ് 240 രൂപയാണ് ഒരു ദിവസം ആ അലവൻസ് കിട്ടുന്നത്. അത് നിയമസഭ നടക്കുന്ന കാലയളവിൽ ഉള്ള പീരീഡിൽ കിട്ടുന്ന അലവൻസാണ്. ആ അലവൻസ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. ആ അവകാശപ്പെട്ട അലവൻസ് ഒരു 1.5 വർഷക്കാലത്തെ ഒരു നിശ്ചിത പീരീഡിലെ അലവൻസ് 83,500 രൂപ നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ആ സംഖ്യ ലഭിച്ചത് അദ്ദേഹത്തിന്റെ അർഹതപ്പെട്ട പണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്തത്. വ്യാജമായ പ്രചരണമാണ് ചില മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്നത്.
മസൂദ് കെ വിനോദ് ഏതാണ്ട് വലിയ സാമ്പത്തികമായ അട്ടിമറി നടത്തി, വലിയ തിരിമറി നടത്തി, വലിയ അഴിമതി നടത്തി എന്ന രീതിയിലാണ് മസൂദ് കെ വിനോദിനെതിരായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വസ്തുത 83,500 രൂപ അദ്ദേഹത്തിന് ലഭ്യമാകാൻ അവകാശമുള്ള പണം കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തിന്, നിയമസഭയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കേണ്ടായി, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കേണ്ടായി. ഇവിടെ വന്ന വിവാദം എന്താണ്? CC മുകുന്ദൻ മുൻ എം എൽ എയുടെ ഓഫീസിലെ സ്റ്റാഫുകൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി CC മുകുന്ദൻ അന്നത്തെ എം എൽ എ ഒപ്പിട്ടതല്ല ഈ മസൂദ് കെ വിനോദിന് ലഭ്യമായ ഈ പണം, അദ്ദേഹം ഒപ്പിട്ടതല്ല എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു പരാതി കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത് വിവരാവകാശം നടത്തി, വിവരാവകാശ രേഖയിലൂടെ ഈ പരാതി കൊടുക്കുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അവകാശപ്പെട്ട പണം, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം ഈ പറഞ്ഞ തർക്കത്തിന്റെ പേരിൽ, സ്റ്റാഫുകൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ CC മുകുന്ദൻ മുൻ MLA ഒപ്പ് ഇട്ടത് തെറ്റായി വ്യാഖ്യാനിക്കുകയും അതിന്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് ചുമത്തുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. CC മുകുന്ദൻ MLA ആയിരിക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ടവർ തമ്മിലുണ്ടായ വിദ്വേഷവും പകപോക്കലുമാണ് മസ്തൂദിനെതിരെ ഉയർന്ന വ്യാജ പരാതിക്ക് പിന്നിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പൊതുസമൂഹത്തെയും അംഗീകരിച്ച മസ്തൂദിനെയും അപകീർത്തിപ്പെടുത്തുകയാണ് വ്യാജ പരാതി നൽകിയവരുടെ ലക്ഷ്യം. ഇത്തരം ശ്രമങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും CPI നേരിടും. ഇതുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങളിൽ പാർട്ടി അംഗങ്ങളും അനുഭാവികളും പൊതുജനങ്ങളും അകപ്പെടരുതെന്നും CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി അഭ്യർത്ഥിച്ചു. പെരിഞ്ചേരി ലയൺസ് ക്ലബും ചേർപ്പ് മണപ്പുറം മാക്കേറും സംയുക്തമായി ഒരുക്കിയ 365 ദിവസത്തെ സൗജന്യ ആരോഗ്യ പരിശോധനയ്ക്ക് തുടക്കമായി. ചേർപ്പ് മാക്കേർ സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിലാണ് സൗജന്യ ആരോഗ്യ പരിശോധന തുടങ്ങിയത്. ഷുഗർ, പ്രഷർ, കണ്ണ് പൾസ്, ദന്തപരിശോധനകളാണ് സൗജന്യമായി നടത്തുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പരിശോധന ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KJ നിക്സൺ അധ്യക്ഷനായി. സെക്രട്ടറി V പ്രവീൺ രാജ്, ട്രഷറർ VP പ്രജിത് കുമാർ, ഡിസ്ട്രിക്ട് ഡയബറ്റിക് കോർഡിനേറ്റർ ഹംസ M അലി, ഡിസ്ട്രിക്ട് വിഷൻ കോർഡിനേറ്റർ MV അശോകൻ, റീജിയണൽ ചെയർപേഴ്സൺ വിജയരാഘവൻ മേനോൻ, സോൺ ചെയർപേഴ്സൺ PG ജോബി, ഏരിയ ചെയർപേഴ്സൺ പുക്കുടി ശ്രീനിവാസൻ, മാക്കേർ മാർക്കറ്റിംഗ് മാനേജർ ജിന്നി റപ്പായി എന്നിവർ സംസാരിച്ചു. 365 ദിവസവും രാവിലെ 8 മണി മുതൽ 10 വരെയുള്ള 2 മണിക്കൂറാണ് സൗജന്യ ആരോഗ്യ പരിശോധന സമയം ഒരുക്കിയിട്ടുള്ളത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ചന്തയും പരിസരവും വൃത്തിയാക്കി ഭരണസമിതി അംഗങ്ങൾ. കാട് കയറിയ ചന്ത പരിസരത്ത് ലഹരി ഉപയോഗം ഉൾപ്പെടെ നടക്കുന്നതായ പരാതിക്ക് പിന്നാലെയാണ് നടപടി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളാണ് ചന്തയും പരിസരവും വൃത്തിയാക്കിയത്. ചന്തയും പരിസരവും പൊന്തക്കാട് നിറഞ്ഞ നിലയിലായിരുന്നു. ഇവിടെ മാലിന്യം തള്ളുന്നതായും ലഹരി ഉപയോഗം നടക്കുന്നതായും വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ചന്ത ഉൾപ്പെടുന്ന ഭാഗം വൃത്തിയാക്കിയത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ഇവിടെയുള്ള പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. JCB ഉപയോഗിച്ച് ചന്ത പരിസരം നിരപ്പുള്ളതാക്കി. 1.5 ഏക്കറോളം വരുന്ന സ്ഥലമാണ് ചന്ത ഉൾപ്പെടുന്ന ഭാഗം. ഇതിൽ പലയിടങ്ങളിലായി കയ്യേറ്റം നടന്നതായാണ് പറയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു. ചന്ത ഉൾപ്പെട്ട സ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ പിഴ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന മണ്ഡലം പാർട്ടി ക്യാമ്പിന് തുടക്കമായി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും MLA-യുമായ KK വത്സരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതൊക്കെ നമ്മളൊരു ചടങ്ങ് പോലെ നടത്തുകയാണ്. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ സംവിധാനം നിലവിലുള്ളതുകൊണ്ട് നമ്മൾ വീട് കയറി എന്ന ഫോട്ടോ എടുത്ത് നല്ല റീലുണ്ടാക്കി അങ്ങ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ കാണുന്ന നമ്മുടെ ധാരണ വെച്ചാൽ നമ്മൾ ആളുകളൊക്കെ വീടുകൂടെ അങ്ങനെ കയറി ഇറങ്ങി ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ തേടി, ഞാൻ കുറച്ചുകൂടെ കയറി അങ്ങനെ നമ്മുടെ നേതാക്കളൊക്കെ കുറെ കയറി. പക്ഷെ നമ്മൾ കയറിയ വീടും തേടിയ അഭിപ്രായങ്ങൾ എത്ര ഉണ്ടാവും? ഈ നാട്ടിലെ വോട്ടർമാരുടെയും കുടുംബങ്ങളുടെയും വീടുകളുടെയും എണ്ണം എടുത്താൽ 1% വീട്ടിൽ പോലും കയറിയിട്ടില്ല. നമ്മൾ കയറിയിട്ടില്ല, CPI കയറിയിട്ടില്ല. നമ്മളെക്കാളെ എത്രയോ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ CPI. അവർക്കും
ആ രീതിയിൽ ഒരു വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ കയറികളൊക്കെ അഭിപ്രായം പറഞ്ഞ വീട്ടുകാർ നമുക്ക് ചായ തന്നു, പലഹാരങ്ങൾ തന്നു. നിങ്ങൾ ഭരണമൊന്നും കുഴപ്പമില്ല, പക്ഷെ ആ രീതിയിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത്, നിങ്ങൾ ചെയ്യുന്നതാണ് ശരി, എന്നാലും കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതില്ലേ എന്ന് പറഞ്ഞു. ഇതൊക്കെ അങ്ങോട്ട് നമ്മൾ കേട്ടു. ആ കേട്ടത് നമ്മൾ ചർച്ച ചെയ്തു. പാർട്ടി പ്രവർത്തകർ കാലാനുസൃതമായ രാഷ്ട്രീയ ബോധവും സംഘടനാ ശക്തിയും വർദ്ധിപ്പിച്ച് ജനകീയ ഇടപെടലുകൾ ശക്തിപ്പെടുത്തണമെന്ന് കെ വത്സരാജ് പറഞ്ഞു. ലീഡറായ ടി ബി ഷാജിയും ഡെപ്യൂട്ടി ലീഡറായി സ്മിത വിജയനും ക്യാമ്പിന് നേതൃത്വം നൽകി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജെയും വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. മണ്ഡലം സെക്രട്ടറി KK ജോബി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, സംസ്ഥാന കൌൺസിൽ അംഗം ഷീല വിജയകുമാർ, ജില്ലാ കൌൺസിൽ അംഗം KK രാജേന്ദ്രബാബു, M നാരായണദാസ്, KM ജയദേവൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങൾ, സമകാലീന സാഹചര്യങ്ങൾ, പാർട്ടിയുടെ പ്രവർത്തന ദിശ എന്നിവ ക്യാമ്പിൽ ചർച്ച ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. ഞായറാഴ്ച നടക്കുന്ന രണ്ടാം ക്യാമ്പ് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. CN ജയദേവൻ, രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള ജില്ലാ ജാഥയ്ക്ക് ചെയർപിൽ സ്വീകരണം. ഈ മാസം 24-നാണ് സെക്രട്ടേറിയറ്റ് മാർച്ച്. ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കുക, പെട്രോൾ ഡീസൽ വില വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥമായി നടന്ന ജില്ലാ വാഹന ജാഥയ്ക്ക് ചേർപ്പിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ KK അനിൽ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ ജാഥ ക്യാപ്റ്റൻ PK പുഷ്പാകരൻ, ട്രഷറർ കൂടിയായ വൈസ് ക്യാപ്റ്റൻ TS ബൈജു, വർക്കിംഗ് കമ്മിറ്റി അംഗവും മാനേജറുമായ PG ജയപ്രകാശ്, ജാഥാംഗങ്ങളായ PK ശശിധരൻ, PV ഗിരീഷ്, AM ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, EA ജയതിലകൻ, KK മുബാറക്, TS മധുസൂദനൻ, രാജീവ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16 ലക്ഷത്തോളം രൂപയും ഐഫോണും കവർന്ന കേസിൽ ഒളിവിലായിരുന്ന ഒരു പ്രതി കൂടി അറസ്റ്റിൽ. പീച്ചി മയിലാടുംപാറ സ്വദേശി കോലയിൽ വീട്ടിൽ അലൻ K ജയനാണ് ബാംഗ്ലൂരിൽ പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. ബംഗളൂരുവിൽ നഴ്സിംഗിന് പഠിക്കുന്ന അലൻ കേസിലെ മുഖ്യപ്രതി ഷനിൽ എന്ന കണ്ണന്റെ സഹായിയാണ്. കവർച്ചാ സംഘം എത്തിയ ഇന്നോവ കാറിന്റെ വാടക തുക മുഖ്യപ്രതിയുടെ നിർദ്ദേശപ്രകാരം നൽകിയത് പിടിയിലായ അലനാണ്. കവർച്ചയ്ക്ക് ശേഷം മുഖ്യപ്രതി ഷനിൽ ഒളിവിലായപ്പോൾ താമസ സൗകര്യവും സാമ്പത്തിക സഹായങ്ങളും ഇയാൾ നൽകി. ഷനിൽ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് റൂറൽ SP അറിയിച്ചു. ഈ കഴിഞ്ഞ ജൂൺ 19 രാത്രി 8:45 തൃപ്രയാർ കിഴക്കേനട പൈനൂർ റോഡിൽ ആമലത്തുകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു കവർച്ച. സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ $US നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പാലക്കാട് സ്വദേശികളായ ഇടപാടുകാരെ വിളിച്ചു വരുത്തുകയായിരുന്നു കവർച്ച. ബിനാൻസ് എക്സ്ചേഞ്ച് വഴി ക്രിപ്റ്റോ ട്രേഡിംഗ് നടത്തുന്നവരായിരുന്നു ഇടപാടുകാർ. ദുബായിലുള്ള നബീൽ എന്നയാളുടെ ബീൻസ് വാലറ്റിലേക്ക് $US ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരമായി നാട്ടിൽ കൈമാറാനുള്ള 16,25,000 രൂപ ഇടപാടുകാർ കാറിൽ കരുതിയിരുന്നു. പാലക്കാട് വിളയൂർ സ്വദേശികളായ മുഹമ്മദ് റാഫി, മുഹമ്മദ് അസം, അജിത് കുമാർ, അബ്ദുൾ മജീദ് എന്നിവരായിരുന്നു കാറിലെത്തിയ ഇടപാടുകാർ. പിന്നീട് തൃപ്രയാർ പൈനൂർ റോഡിൽ വെച്ച ഇടപാടുകാർ സഞ്ചരിച്ച കാറിനെ പുറമെ മറ്റൊരു കാറിലെത്തിയ അക്രമി സംഘം തടയുകയായിരുന്നു. പാലക്കാട് സ്വദേശികളുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് അക്രമി സംഘം കാറിന്റെ ചില്ലുകൾ തകർത്ത് വാളുപയോഗിച്ച് ആക്രമിച്ചു. തുടർന്ന് ഇടപാടുകാരുടെ കൈവശമുണ്ടായിരുന്ന 16,25,000 രൂപയും 1 ലക്ഷം രൂപയുടെ വില വരുന്ന ഐഫോണും കവർന്ന പ്രതികൾ രക്ഷപ്പെട്ടു. ഇരിങ്ങാലക്കുട DYSP സന്തോഷ് കുമാർ, അന്തിക്കാട് SHO VM കോട്സൽ, SIമാരായ M അഫ്സൽ, P ജയകൃഷ്ണൻ, ഗ്രേഡ് ASI PV രാജു, ഗ്രേഡ് ASI ES ജീവൻ, ഗ്രേഡ് സീനിയർ CPO PX സോണി, ഗ്രേഡ് സീനിയർ CPO കൃഷ്ണദാസ്, CPO സുർജിത് സാഗർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ, വടക്കുമുറി വില്ലേജ് ഓഫീസ് എന്നിവ ആവശ്യപ്പെട്ടുള്ള ഭീമ ഹർജിയിലേക്ക് ഒപ്പുശേഖരണവും വിശദീകരണ യോഗവുമായി കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി.
മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർക്കാണ് ഭീമ ഹർജി നൽകുന്നത്. പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിലാണ് ഭീമ ഹർജിയിലേക്കുള്ള ഒപ്പുശേഖരണവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഭീമ ഹർജി ഒപ്പുശേഖരണവും വിശദീകരണ യോഗവും ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തൊറയാൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി NS ആയൂബ്, ബ്ലോക്ക് ഭാരവാഹികളായ VK സുശീലൻ, VK പ്രദീപ്, MK ചന്ദ്രൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP സജീവൻ, MV അരുൺ, ജോഷി ആലപ്പാട്ട്, ജൻസൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ജോസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗ്രീന പ്രേമൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി, ഗോപാലകൃഷ്ണൻ, നിസാർ കുമ്മങ്കണ്ടത്ത്, രാമൻ നമ്പൂതിരി, സജീവൻ ഞാറ്റുവെട്ടി, ഷാഫി കല്ലങ്കടവ്, ബിന്നി തട്ടിൽ, KN വേണുഗോപാൽ, മാധവൻ നായർ, ഷാഫി താന്യം, പോൾ പുലിക്കോട്ടിൽ, അലി സാഗർ എന്നിവർ സംസാരിച്ചു. മുണ്ടൂരിൽ സ്വകാര്യ ബസും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ സെന്ററിൽ വെള്ളിയാഴ്ച വൈകിട്ട് 7:30 അപകടം. തൃശൂർ ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും കൊട്ടക്കാട് വഴിയിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പ്രവേശിച്ച ഗുഡ്സ് ഓട്ടോയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോ ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരുവാഹനങ്ങൾക്കും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് പേരാമംഗലം പോലീസ് അപകടത്തിൽപ്പെട്ട വാഹനം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. കുന്നംകുളം പെരുമ്പിലാവിൽ വീട്ടമ്മയായ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പിലാവ് സ്വദേശി തലപ്പിള്ളിപ്പറമ്പിൽ വീട്ടിൽ രാജീവിന്റെ ഭാര്യ 33 വയസ്സുള്ള ആതിരയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. എടപ്പാളിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് മരിച്ച ആതിര. ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തേണ്ട സമയമായിട്ടും യുവതിയെ കാണാതായതോടെ ബന്ധുക്കൾ തിരച്ചിൽ നടത്തുകയായിരുന്നു. യുവതി പതിവായി സഞ്ചരിക്കുന്ന വഴിയിലായിരുന്നു തിരച്ചിൽ നടത്തിയത്. തുടർന്ന് രാത്രിയിൽ 11 മണിയോടെ പെരുമ്പിലാവ് പൂയംകുളത്തിന് സമീപം ആതിരയുടെ സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇവിടെ നിന്ന് യുവതിയുടെ മൊബൈൽ ഫോൺ ലഭിച്ചു. തുടർന്ന് സമീപത്തെ കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് ആതിരയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞെത്തിയ കുന്നംകുളം ഫയർഫോഴ്സ് സംഘം യുവതിയുടെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവുള്ളക്കാവ് ദേവസ്വം വിദ്യാഭ്യാസ സഹായ പദ്ധതി പ്രകാരമുള്ള വിദ്യാഭ്യാസ സഹായത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ചേർപ്പ്, വല്ലച്ചിറ, ആമണിശ്ശേരി, പാറളം, ചാഴൂർ എന്നീ പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG, പ്രൊഫഷണൽ കോഴ്സുകളിൽ മിടുക്കരായവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ 1ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ സഹായത്തിനുള്ള അപേക്ഷാ ഫോറം തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെടുക. 0487 234 8444. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് സെന്ററിൽ രാത്രികാലങ്ങളിലെ വെളിച്ചക്കുറവിന് പരിഹാരമായി പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ഗീതാ ഗോപി MLA ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകിയ വാഗ്ദാനമാണ് യാഥാർത്ഥ്യമാകുന്നത്. MLA-മാരുടെ പേഴ്സണൽ അംഗമായിരുന്ന മസൂദ് K വിനോദിനെതിരെയുള്ള പരാതി വ്യാജമാണെന്ന വിശദീകരണവുമായി CPI. പെരിഞ്ചേരി ലയൺസ് ക്ലബും ചേർപ്പ് മണപ്പുറം മാക്കേറും സംയുക്തമായി ഒരുക്കിയ 365 ദിവസത്തെ സൗജന്യ ആരോഗ്യ പരിശോധനയ്ക്ക് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.